പെൺകുട്ടികൾ 6 മണിക്ക് എണീക്കുന്നു, 7 മണിക്ക് റെഡിയാകാൻ തുടങ്ങുന്നു, 9 മണിക്ക് കോളേജിലെത്തുന്നു. ഇനി ആൺകുട്ടികൾ 6 മണിക്ക് ഉറങ്ങുന്നു, 8:50 ആയപ്പോഴും ഉറങ്ങുന്നു, 9 മണിക്ക് കോളേജിലെത്തുന്നു. ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ തൊണ്ണയിൽ മീമുള്ളു പോയാൽ, അമ്മേ തൊണ്ണയിൽ മീമുള്ളു പോയി. അല്പം വെള്ളം കുടിക്കൂ. ഇല്ല, പോയില്ല. ഒരു പഴം കഴിക്കൂ. ഇല്ല, പോയില്ല. ഒരു ചോറുരുള കഴിക്കൂ. പോയി. വാവ്, അമ്മയൊരു ഡോക്ടർ തന്നെ. കുളിക്കുന്നു, തല തോർത്താൻ വേണ്ടി തോർത്ത് തപ്പുന്നു, അത് എടുക്കുന്നു, ദാ കിടക്കുന്നു ഉടുത്തു മാറ്റാനുള്ള എന്റെ ഡ്രസ്സ് വെള്ളത്തിൽ. ശുഭം. തട്ടുകടയിൽ ഗ്യാങ് അയച്ചെന്ന് 5 ചായയും 10 കടിയും കഴിച്ചതിനു ശേഷം മൂടായിപ്പ് ചങ്ക്. ചേട്ടാ, 5 ചായയും 5 കടിയും എത്രയാ? 5 അല്ലല്ലോ, 10 കടിയല്ലേ മോനെ? 10 കടിയോ? ഞങ്ങൾ 5 പേരല്ലേ ഉള്ളൂ. അപ്പൊ 5 ചായയും 5 കടിയും എത്രയാ? ഓക്കെ സോറി മോനെ, മാറിപ്പോയതാ. അങ്ങനെയാണെങ്കിൽ 100 രൂപ. 100 രൂപ അല്ലേ? ഓക്കെ ഏട്ടാ. നല്ല ചായ. അച്ഛൻ്റെ ഫോണിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ, മോനെ എൻ്റെ ഫോണിന് എന്തോ ഒരു കുഴപ്പം, ഒന്ന് നോക്കിയേ. ഇനി റിയാലിറ്റി. അരെ കമാൽ ബേട്ടാ, കമാൽ. എന്റെ മോൻ എന്തൊരു ബുദ്ധിയാ ദൈവമേ. കർത്താവേ. വിഷുവിൻ്റെ അന്ന് രാവിലെ അച്ഛൻ, മോനെ ഞാൻ പോയിട്ട് പടക്കം മേടിച്ചിട്ട് വരാം കേട്ടോ, മോൻ അമ്മയുടെ ഒന്ന് പറഞ്ഞേരേ. പടക്കം? മോനെ, അമ്മേ അച്ഛൻ ദേ പടക്കം വാങ്ങാൻ പോവാന്ന്. അച്ഛനോടത് ഞാൻ പറയണോ അതെയോ അമ്മ പോയി പറയുമോ? ദേ മനുഷ്യ, ഒച്ചയുള്ള പടക്കമൊന്നും വാങ്ങിയേക്കരുത്. കുട്ടുവിന് പടക്കം പേടിയാ. വീട്ടിലെ അക്വേറിയം വാങ്ങിയതിന്റെ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഓ മൈ ഗോഡ്, മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ സമയമായി. ഓ മൈ ഗോഡ്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അണ്ണാ ഒരു ചോറും പറ്റെങ്കിലും എന്താ അണ്ണാ? വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാ അണ്ണാ. പണ്ട് അമ്മയുടെ ഒപ്പം ബസ്സിൽ പോകുമ്പോൾ, ചേച്ചി ടിക്കറ്റ്. ആ
ഒരൊറ്റപ്പാലം. ഒന്നോ? ആ, ഇവൻ 5 വയസ്സായിട്ടില്ല. അമ്മേ, എനിക്ക് 8 വയസ്സ്. അതിനുശേഷം ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും കണ്ടക്ടർ അയ്യോ, അമ്മ പറഞ്ഞേക്കണ 5 വയസ്സ് ആയിട്ടില്ലെന്നല്ലേ? ഐഡിയ, 5 വയസ്സാവാത്തൊരു കൊച്ചിനെ പോലെ ആക്ട് ചെയ്യാം. കർത്താവേ, പൊട്ടം കൊച്ചായിരുന്നോ? എന്നോട് പൊറുക്കണമേ. പോയേക്കാം. പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ 5 കിലോ അരിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഞാൻ 5 കിലോയുടെ അരിയുമായി 150 രൂപയ്ക്ക് ഓട്ടോറിക്ഷയും വിളിച്ചു വരുന്ന അനിയൻ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അമ്മ. ഇതുങ്ങളെ പഠിക്കാൻ വിട്ടിട്ട് ഇങ്ങനൊരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. ഇനി അച്ഛൻ. എനിക്ക് 2 പിള്ളേരോട് ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം 20 കിലോ അരി കിട്ടിയേനെ. രാത്രി അത്താഴത്തിന്റെ സമയമാകുമ്പോൾ, അമ്മേ, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന അരിയാണോ? അതേടാ. അച്ഛനൊരൽപ്പം മോരൊഴിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിക്കാൻ കുറച്ചുകൂടെ ചോറിട്ട് കൊടുക്കൂ അമ്മേ. അവനാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 10 വരെ മിടുക്കനായിരുന്നു. പിന്നെ +1 സയൻസ് എടുത്തു. അത് കഴിഞ്ഞ് എന്താ പറ്റിയെന്നറിയത്തില്ല. പതിയെ പതിയെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ആർക്കും വേണ്ടാത്തൊരു ഭൂലോക തോൽവി. മോനെ, ഇവൻ എന്റെ മോൻ തന്നെയാണോ?